സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീ കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയിലെ രാധിക, ശ്യാമ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരമാണ് ഹരിദാച്ചി നായർ. ഹരിദാച്ചി നായർ കോട്ടയംകാരിയാണ്. നഴ്സിംഗിൽ ബിരുദം പൂർത്തിയാക്കിയ താരം ഒരു നഴ്സാണ്. ഹരിദാച്ചി നായർ വിവാഹിതയാണ്. വിനായക് എന്നാണ് താരത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. 2023 താരത്തിൻ്റെ വിവാഹം കഴിഞ്ഞത്. താരത്തിൻ്റെ ഭർത്താവ് ഒരു സിനിമ എഡിറ്റർ കൂടിയാണ്. അച്ഛൻ, അമ്മ, ഏട്ടൻ അടങ്ങിയ കുടുംബമാണ് താരത്തിൻ്റേത്. സിനിമ കാണൽ, പാട്ട് കേൾക്കൽ, ഡാൻസ് ചെയ്യൽ എന്നതാണ് താരത്തിൻ്റെ പ്രധാന വിനോദം. 2017 താരം ആദ്യമായി സിനിമ സീരിയൽ രംഗത്തേക്ക് കടന്നു വരുന്നത്. 2017 കസ്തൂരിമാൻ എന്ന പരമ്പരയിൽ സഹനായിക ശ്രീകുട്ടി എന്ന കഥാപാത്രത്തിലൂടെയാണ് താരം നടി എന്ന നിലയിൽ ശ്രദ്ധ ആകർഷിക്കുന്നത്. 2019 ഉണ്ണിമായ എന്ന പരമ്പരയിൽ ശിവഗംഗ എന്ന നായിക കഥാപാത്രവുമായി എത്തി. ഉണ്ണിമായ തീർന്നതിനു ശേഷം 2020 മുതൽ 2022 വരെ സംരക്ഷണം ചെയ്തിരുന്ന തിങ്കൾ കലമാൻ പരമ്പരയിലെ കീർത്തി എന്ന നായിക കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചിരുന്നു. തിങ്കൾ കലമാൻ തീർന്നതോടുകൂടി താരം പിന്നെ സീ കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന ശ്യാമാംബരം എന്ന പരമ്പരയിലാണ് എത്തിയത്. ശ്യാമാംബരം പരമ്പരയിലെ നായികയായിക്കൊണ്ട് തന്നെ പരമ്പരയുടെ രണ്ടാം ഭാഗമായ സ്നേഹപൂർവ്വം ശ്യാമയിലേക്ക് കടന്നിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ പരമ്പര. അതുകൊണ്ട് തന്നെ നിലവിൽ സ്നേഹപൂർവ്വം ശ്യാമയിൽ 2 കഥാപാത്രത്തെ താരം അവതരിപ്പിക്കുന്നുണ്ട്. രാധിക എന്നും ശ്യാമ എന്നുമാണ് താരം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ പേര്. ഇത് കൂടാതെ തന്നെ താരം ഓരോ ചാനലിലും സുപ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ആ ചാനലിലെ മറ്റു പരമ്പരകളിൽ താരം ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ സൂര്യ TV-യിലെ സ്വന്തം സുജാത, കളിവീട്, കാണാ കൺമണി എന്നീ പരമ്പരകളിൽ എല്ലാം ഗസ്റ്റായി എത്തിയിട്ടുണ്ട്. കൂടാതെ ഏഷ്യാനെറ്റിലെ സീതാ കല്യാണം എന്ന പരമ്പരയിലും എത്തിയിരുന്നു. നിലവിൽ ഇപ്പോൾ മംഗല്യം എന്ന സീ കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയിലും താരം ഗസ്റ്റ് അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട്. സീരിയലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല താരത്തിൻ്റെ അഭിനയം. താരം അനേകം സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിൽ നായകനാകുന്ന കാർബൺ എന്ന സിനിമയിൽ ഒരു സുപ്രധാന കഥാപാത്രം താരം അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു പക്ക നാടൻ പ്രേമം എന്ന സിനിമയിൽ തുളസി എന്ന നായിക കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ 2023 നേര് എന്ന ലാലേട്ടൻ നായകനാകുന്ന സിനിമയിൽ ലാലേട്ടനോടൊപ്പം അഡ്വക്കേറ്റ് അശ്വതിയായിക്കൊണ്ടും താരം അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ജൂനിയർ വക്കീൽ എന്നായിരുന്നു താരത്തിൻ്റെ കഥാപാത്രം. മലയാളം മിനിസ്ക്രീൻ ലോകത്തെ പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി SA ടോക്സ് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വാർത്തകൾ നേരത്തെ അറിയാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.